Hello students, welcome to Easy Learning with Suvida. ഹലോ സ്റ്റുഡൻസ്, 8ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലിയിലെ പ്രത്യാശയുടെ കിരണങ്ങൾ എന്ന പാഠഭാഗത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ പാഠഭാഗത്തിൻ്റെ ആസ്വാദനം അല്ലെങ്കിൽ ആശയം നമ്മൾ കൃത്യമായിട്ട് ഒരു വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആശയം അല്ലെങ്കിൽ ആസ്വാദനം വേണ്ടവർ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കണ്ടിട്ട് വരിക. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ അതിൻ്റെ ഈ ഒരു പാഠഭാഗത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളാണ്, ചോദ്യോത്തരങ്ങളാണ് ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ വിശകലനം ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ ആദ്യത്തെ പഠന പ്രവർത്തനം ഇതാണ്. ചർച്ച ചെയ്യാം. ഒരർത്ഥത്തിൽ പുല്ല് തിന്നാൻ പോലും വകയില്ല. എനിക്ക് വേണ്ടത് നല്ല നല്ല രോഗങ്ങളാണ്. പുല്ല് മാത്രം തിന്നു നടന്നാൽ ചത്തുപോകും. ഞാൻ പറഞ്ഞേക്കാം. ഈ വാക്യങ്ങൾ വിശകലനം ചെയ്ത് പാഠഭാഗത്ത് തെളിയുന്ന ജീവിതാവസ്ഥ ചർച്ച ചെയ്യുക. അപ്പോൾ ആദ്യത്തെ വാക്യം ആര് പറയുന്നതാണ്? ആദ്യത്തെ രോഗി പറയുന്നതാണ് അല്ലേ? ദുർബലനായിട്ടുള്ള വലിയ സാമ്പത്തിക ശേഷി ഇല്ലാത്ത ആ ഒരു രോഗി പറയുന്നതാണ്. രണ്ടാമത്തെ വാക്യം രണ്ടാമത്തെ രോഗി പറയുന്നതാണ്, ധനികനായിട്ടുള്ള ആ രോഗി പറയുന്നതാണ്. മൂന്നാമത്തേത് ഡോക്ടർ പറയുന്ന വാക്യമാണ്. അപ്പോൾ ഇത് മൂന്നും വിശകലനം ചെയ്ത് ഇതിൽ തെളിയുന്ന ജീവിതാവസ്ഥകൾ ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. രണ്ടാമത്തെ പഠന പ്രവർത്തനം തത്സമയ ചിരിയരങ്ങ്. കഥയിലെ ഡോക്ടർ, ദരിദ്രനായ രോഗി, സമ്പന്നൻ എന്നിവരുടെ സ്വഭാവ സവിശേഷതകൾ മനസ്സിലാക്കിയല്ലോ. ഈ കഥാപാത്രങ്ങളെ നിങ്ങളാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ എന്തെല്ലാം തമാശകൾ പറയും? സ്ക്രിപ്റ്റ് തയ്യാറാക്കി ഒരു തത്സമയ ചിരിയരങ്ങ് സ്റ്റാൻഡപ്പ് കോമഡി സംഘടിപ്പിക്കുക. സൂചനകൾ: രസകരമായ സന്ദർഭങ്ങൾ, ചിരി ഉണർത്തുന്നതും കുറുക്കിക്കൊള്ളുന്നതുമായ സംഭാഷണങ്ങൾ, കഥാപാത്രങ്ങളുടെ അംഗചലനങ്ങൾ. ക്ലാസ്സിൽ വികസിപ്പിച്ച സൂചകങ്ങളുടെ സഹായത്തോടെ അവതരണം വിലയിരുത്തൂ. അപ്പോൾ നമുക്കറിയാം ഓരോ കഥാപാത്രത്തെയും, അതായത് കഥയിലെ ഡോക്ടർ എങ്ങനെയാണെന്നും അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷത എന്താണെന്നും ആ കഥാപാത്രത്തിൻ്റെ ഒരു രൂപം എങ്ങനെയാണെന്നും നമുക്ക് അറിയാം. അതുപോലെ തന്നെ ദരിദ്രനായിട്ടുള്ള രോഗിയുടെ അവസ്ഥ, അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ സവിശേഷത അത് നമുക്കറിയാം. അതുപോലെ തന്നെ സമ്പന്നനായിട്ടുള്ള രോഗിയുടെ സ്വഭാവ സവിശേഷത, രൂപം, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? സ്വയം ഒരു 3 കഥാപാത്രങ്ങളെ സെലക്ട് ചെയ്ത് നിങ്ങളുടെ ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിലെ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ ഈ ഒരു ആശയം, ഈ പാഠഭാഗത്തെ ആശയത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ ആ രസകരമായ സന്ദർഭങ്ങളെ നിങ്ങളുടേതായിട്ടുള്ള ശൈലിയിൽ എഴുതി ഒരു സ്റ്റാൻഡപ്പ് കോമഡി അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് ടീച്ചറിൻ്റെ സഹായത്തോടെ ചെയ്യുക. അടുത്തത് കണ്ടെത്താം, എഴുതാം. കലശലായ ക്ഷീണം. നന്നായി പരിശോധിച്ചു, വേഗം എത്തിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൽ കലശലായ, നന്നായി, വേഗം ഇവ മൂന്നും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, അടിവരയിട്ടിട്ടുണ്ട്. അപ്പോൾ അടിവരയിട്ട പദങ്ങൾ ആശയതലത്തിൽ വരുത്തുന്ന മാറ്റം എന്ത്? കണ്ടെത്തി എഴുതുക. ക്ഷീണം എന്ന് പറഞ്ഞാൽ മതിയാവും. ഇവിടെ കലശലായ ക്ഷീണം എന്ന് കൊടുത്തിട്ടുണ്ട്. പരിശോധിച്ചു എന്നതിന് നന്നായി പരിശോധിച്ചു എന്ന് കൊടുത്തിട്ടുണ്ട്. എത്തിച്ചു കൊടുക്കണം എന്നതിന് വേഗം എത്തിച്ചു കൊടുക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അടിവരയിട്ട വാക്കുകളൊക്കെ തന്നെ ആശയതലത്തിൽ എന്ത് മാറ്റങ്ങളാണ് ഈ പദങ്ങൾ വരുത്തുന്നത് എന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. അടുത്ത പഠന പ്രവർത്തനം വരയും ചിരിയുമാണ്. കലാവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കാർട്ടൂൺ രചന പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ. പ്രത്യാശയുടെ കിരണങ്ങൾ എന്ന പാഠത്തിലെ ഉചിത സന്ദർഭങ്ങളെ കാർട്ടൂണാക്കി മാറ്റുക. അപ്പോൾ നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് നമ്മൾ കുറേ അധികം
നർമ്മപരമായിട്ടുള്ള, അതുപോലെ തന്നെ വിഷമകരമായിട്ടുള്ള, അതുപോലെ പലതരത്തിലുള്ള കാർട്ടൂൺ, പലതരത്തിലുള്ള സന്ദർഭങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ ഇവയൊക്കെ തന്നെ എന്ത് ചെയ്യാം, കാർട്ടൂണാക്കി നമുക്ക് പ്രത്യേകിച്ച് നർമ്മ രസങ്ങൾ തുളുമ്പുന്ന നിരവധി ഭാഗങ്ങൾ ഈ ഒരു പാഠഭാഗത്തുണ്ട്. അപ്പോൾ അവ കണ്ടെത്തി അവ ഏതെങ്കിലും ഒരെണ്ണം കാർട്ടൂണാക്കി അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു മോഡൽ കാണാം. അടുത്തത് സർവേ ഫോറമാണ്. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ ബോധവൽക്കരണം നടത്തുന്നതിൻ്റെ മുന്നോടിയായി വിവരശേഖരണം നടത്തുന്നതിന് ഒരു സർവേ ഫോറം തയ്യാറാക്കുക. സർവേ ഫോറത്തിൽ എന്തെല്ലാമാണ് ഉൾക്കൊള്ളിക്കേണ്ടതെന്ന് നോക്കാം. പ്രദേശത്തിൻ്റെ പേരും തരവും, വ്യക്തിഗത വിവരങ്ങൾ, അതായത് ആൺ പെൺ വയസ്സ്, ശേഖരിക്കേണ്ട വിവരങ്ങൾ, ചോദ്യാവലി, സമയക്രമം, ഇത്രയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾ, അതായത് പ്രഷർ, ഷുഗർ എന്നിവ പോലുള്ള ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ അവ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും എങ്ങനെ അവയെ തടയാമെന്നും അതിനെതിരെ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്നും പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ബോധവൽക്കരണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വിവരശേഖരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു സർവേ ഫോറം തയ്യാറാക്കുക. നമ്മുടെ ചുറ്റിനുമുള്ള ആൾക്കാരുടെ ഒരു സർവേ ഫോറം തയ്യാറാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇത് ഉൾക്കൊള്ളിക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു മാതൃക നോക്കാം. പിന്നെ ഇതിൽ കൊടുത്തിട്ടുള്ളത് VK-ന്റെ പയ്യൻ കഥകൾ എന്ന സമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കഥയാണ് നിലനിൽപ്പീയം. പല്ലു തേച്ച് പ്രാതലിനിരുന്നു, ആവിയിൽ വിടർന്ന വെള്ളാമ്പൽ ഇഡ്ഡലികൾ. 2 ഇഡ്ഡലി ചട്നിയിൽ മുക്കി തിന്നു, 2 എണ്ണം പൊടി കൂട്ടി തിന്നു, 2 എണ്ണം മുളക് അരച്ചത് കൂട്ടി തിന്നു, 2 എണ്ണം പഞ്ചസാര ചേർത്ത് തിന്നു, 2 ഗ്ലാസ് കാപ്പി കുടിച്ചു. പഴയരിച്ചോറ്, വെണ്ടയ്ക്ക സാമ്പാർ, ഇളവനും പച്ചമുളകും ചേർത്ത് ഓലൻ, വഴുതനങ്ങയും ഉള്ളിയും ചേർന്നുള്ള മെഴുക്കുപുരട്ടി, കടുമാങ്ങ, പപ്പടം, മോര് ഉണ്ടു. അട്ടം മുട്ടുന്നതുവരെ ഉണ്ടു. ട്രാൻസിസ്റ്ററും എടുത്ത് കിടപ്പുമുറിയിൽ പോയി. റേഡിയോ തലയ്ക്ക് വെച്ച് കിടന്നു. തിരുവനന്തപുരം, തൃശ്ശൂർ നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന പ്രാദേശിക വാർത്തകൾ കേട്ടു. തൊഴിലാളി മണ്ഡലം തുടങ്ങിയപ്പോൾ ബോധം കെട്ടു. 2 മണിക്ക് പ്രക്ഷേപണം അവസാനിച്ചപ്പോൾ ബോധം തിരിച്ചു കിട്ടി. 3 മണി വരെ കിടന്നുറങ്ങി. 3:30 ചായ, പലഹാരം. അരിയും ഉഴുന്നും മുളകും ഉള്ളിയും ഉപ്പും പരുക്കനായി അരച്ച് മുരിങ്ങയില ചേർത്ത് നിർമ്മിച്ച അപ്പമായിരുന്നു. 3 എണ്ണം തിന്നു. തളരുവോളം ചായ കുടിച്ചു. സായന്തനത്തിൻ്റെ പുറത്ത് സവാരിക്കിറങ്ങി. ബഹുദൂരം നടന്നു. വഴിക്ക് ആരോടും മിണ്ടിയില്ല. സന്ധ്യയ്ക്ക് ഗൃഹം പൂകി. അസന ഏലാതി എണ്ണയും ചന്ദന സോപ്പും തേച്ച് കുളിച്ചു. 8-ന് അത്താഴം, ചപ്പാത്തിയും ഉരുളക്കിഴങ്ങും പാലും. 10 മണിക്ക് ഉറങ്ങാൻ കിടന്നു. ജീവിതത്തിൽ കൃതകൃത്യത അനുഭവപ്പെട്ടു. ചെയ്യേണ്ടതെല്ലാം ചെയ്തിരിക്കുന്നു, തിന്നേണ്ടതെല്ലാം തിന്നിരിക്കുന്നു. ഇനി മരിക്കാം. ഇതൊരു ചാൻസാണ്. മരിക്കാൻ കിടന്നു. യഥാസമയം മരിച്ചു. പുലർച്ചെ ശവമെടുത്തു. വീട്ടുകാർ കേൾക്കാത്തത്ര ദൂരത്തായപ്പോൾ പയ്യൻ ശവമഞ്ച വാഹകരോട് ചോദിച്ചു, അവിടെയും രാവിലെ ഇഡ്ഡലി തന്നെയല്ലേ? അപ്പം VK-ന്റെ പല കഥകളും എന്താണ്, ഈ പയ്യൻ കഥകളിൽ വരുന്ന കഥകളൊക്കെ തന്നെ പരിഹാസ രൂപേണ എഴുതിയിട്ടുള്ള കഥകളാണ് എന്ന് മനസ്സിലാക്കുക. അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളും അങ്ങനെ തന്നെയാണ്. പരിഹാസ രൂപേണ സമൂഹത്തിന് നൽകുന്ന ഒരു ഈ സറ്റയർ കോമഡി എന്നുള്ള രീതിയിൽ പരിഹാസ രൂപേണ നൽകുന്ന കഥകളാണ്. അത്തരത്തിലുള്ള ആശയങ്ങൾ വരുന്ന കഥകളാണ് ഏറെ. അപ്പോൾ ഇതിലെ ചോദ്യം കൊടുത്തിട്ടുണ്ട്. പാനൽ ചർച്ച നടത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നിലനിൽപ്പീയം, പ്രത്യാശയുടെ കിരണങ്ങൾ എന്നീ പാഠഭാഗത്തിലെ ആശയങ്ങളുടെ സമാനതകൾ എന്തെല്ലാം? ഇവ പ്രയോജനപ്പെടുത്തി മലയാളിയുടെ മാറുന്ന ഭക്ഷണശീലങ്ങൾ എന്ന വിഷയത്തിൽ ഒരു പാനൽ ചർച്ച സംഘടിപ്പിക്കുക. ചുവടെ കൊടുത്തിട്ടുള്ള ചിത്രം കൂടി പ്രയോജനപ്പെടുത്തുമല്ലോ. അപ്പോൾ ഈ ചിത്രത്തിൽ എന്താണ് കൊടുത്തിട്ടുള്ളത് നോക്കുക. പച്ചക്കറി, ബർഗർ അല്ലേ? അപ്പോൾ ഈ നമ്മളിപ്പോൾ എന്താണ് ചെയ്യാറ്? പച്ചക്കറികൾക്ക് പകരം നമ്മൾ എന്താണ്
ജൈവികമായിട്ട് കഴിക്കേണ്ട ഒരു ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കഴിക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് താല്പര്യം കുറഞ്ഞു വരുന്ന ഒരു സമൂഹമാണ് ഇപ്പോൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീടുകളിൽ, നമ്മുടെ അടുക്കളകളിൽ വളരെ സ്വാഭാവികമായി ലഭിച്ചുകൊണ്ടിരുന്ന ഭക്ഷണങ്ങൾക്ക് പകരം ഇപ്പോൾ നമ്മളെപ്പോഴും എന്താണ്, ജങ്ക് ഫുഡ് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡിനെ അഭയം പ്രാപിക്കുന്നവരാണ് നമ്മൾ മലയാളികളിലേറെ. അപ്പോൾ ആ ഒരു മാറ്റം, ഭക്ഷണക്രമത്തിൽ പോലും വന്ന ആ ഒരു മാറ്റം എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തെ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ, നമ്മുടെ ആരോഗ്യത്തെയൊക്കെ ബാധിക്കുന്നത് എന്ന ഒരു ആശയം കൂടി വിലയിരുത്തി വേണം നിങ്ങളത് ഈ ഒരു ചർച്ച അല്ലെങ്കിൽ പാനൽ ചർച്ച സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ നമുക്ക് നിലനിൽപ്പിയും എന്ന ഈ ഒരു കഥയിൽ നിന്ന് എന്താണ് മനസ്സിലായത്? ഭക്ഷണത്തെക്കുറിച്ച് മാത്രമാണ് ചിന്ത. ഒരു വ്യക്തിയുടെ ചിന്ത എന്താണ്? ഭക്ഷണത്തെക്കുറിച്ച് മാത്രമാണ്. ഭക്ഷണമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. രാവിലത്തെ പ്രാതൽ, ഉച്ചയൂണ്, വൈകുന്നേരത്തെ കാപ്പി, രാത്രിയത്തെ ഫുഡ്, ഇങ്ങനെ രാത്രിത്തെ ഭക്ഷണം, ഇങ്ങനെ ഭക്ഷണത്തെക്കുറിച്ച് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ പിന്നീട് മരിച്ച് ശവവാഹകരോട് പറയുകയാണ്, ശവമഞ്ചം വഹിക്കുന്നവരോട് പറയുകയാണ്, അവിടെയും എനിക്ക് ഇഡ്ഡലി കിട്ടുമല്ലോ എന്ന്. അപ്പോൾ അത്രത്തോളം ഭക്ഷണപ്രിയനായുള്ള ഒരു വ്യക്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് വേറൊരു കാര്യങ്ങളും ചെയ്യാൻ കിട്ടുന്നില്ല. അപ്പോൾ ഇതുപോലെ തന്നെയാണ്, അമിതമായി നമ്മൾ ഭക്ഷണം കഴിക്കുകയും ഒരു വ്യായാമം ഒന്നും ചെയ്യാതെ, ഒരു ജോലിയും കൂടാതെ ഭക്ഷണത്തിൽ മാത്രം അഭയം പ്രാപിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ഇത് പലതരത്തിലുള്ള രോഗങ്ങൾക്ക്, ജീവിതശൈലി രോഗങ്ങൾക്ക്, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ പോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകും, അനാരോഗ്യം വിളിച്ചു വരുത്തും. അപ്പോൾ നമ്മൾ തീർച്ചയായും എന്ത് ചെയ്യണം? ഇതിനെതിരെ നമ്മൾ എപ്പോഴും ബോധവാന്മാർ ആയിരിക്കണം. അപ്പോൾ അതുപോലെ തന്നെ പ്രത്യാശയുടെ കിരണങ്ങളിലെയും രണ്ടാമത് വന്ന രോഗിയും ഇതിനൊരു എന്താണ് ഉത്തമ ഉദാഹരണമാണെന്ന് പറയാം. അതായത് രോഗങ്ങൾ സ്വയം വിളിച്ചു വരുത്തുക, അല്ലെങ്കിൽ മരുന്ന് കഴിക്കണമെന്ന് ആഗ്രഹിക്കുക. പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ മാന്യതയുടെ, അന്തസ്സിൻ്റെ രോഗങ്ങളാണെന്ന് കരുതുക. അപ്പോൾ അങ്ങനെയുള്ളൊരു സമൂഹവും നമുക്കിടയിൽ ഉണ്ട്. അവർ സത്യം പറഞ്ഞാൽ അവരുടെ ഒരു അബോധാവസ്ഥയാണ്, അല്ലെങ്കിൽ ബോധമില്ലായ്മയാണ്, അറിവില്ലായ്മയാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോൾ നിലനിൽപ്പിയം എന്ന ഈ ഒരു കഥയും, അതുപോലെ തന്നെ പ്രത്യാശയുടെ കിരണങ്ങൾ എന്ന നമ്മുടെ പാഠഭാഗവും, അതുപോലെ തന്നെ ഈ ഒരു ചിത്രത്തിൽ കാണുന്ന ഈ ചിത്രത്തിലെ ആശയവും, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? പാനൽ ചർച്ച സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പാനൽ ചർച്ചയുടെ വിഷയം എന്നത് മലയാളിയുടെ മാറുന്ന ഭക്ഷണശീലങ്ങൾ എന്നതാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. എന്താണ്? നമ്മൾ വളരെ സ്വാഭാവികമായി, ജൈവികമായി കഴിച്ചുകൊണ്ടിരുന്ന പച്ചക്കറികൾ, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇതൊക്കെ മൺമറഞ്ഞുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിന് പകരം പലതരത്തിലുള്ള നമുക്ക് വിദേശീയരായിട്ടുള്ള പല ഭക്ഷണ സാധനങ്ങളും വന്ന് നമ്മുടെ അടുക്കളയിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ആവിയിൽ ചുട്ടെടുത്തതും അങ്ങനെയായിട്ടുള്ള പല ഭക്ഷണ സാധനങ്ങളും ഇന്നത്തെ കുട്ടികൾക്ക് കേട്ടുകേഴ്വി മാത്രമായിക്കൊണ്ടിരിക്കുകയാണ്. പല പലഹാരങ്ങളും ഇന്ന് അന്യം നിന്ന് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? ഒരു പാനൽ ചർച്ച സംഘടിപ്പിക്കാൻ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ആശയങ്ങൾ കണ്ടെത്തുക, ടീച്ചറുടെ സഹായത്തോടു കൂടി ഒരു പാനൽ ചർച്ച സംഘടിപ്പിക്കുക.